പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പന്തലുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. തീർത്ഥകേന്ദ്രത്തിന് മുന്നിലും മറ്റം സെന്ററിൽ ഇടവക സെമിത്തേരിക്ക് മുൻവശത്തുമായാണ് പന്തലുകൾ ഒരുക്കുന്നത്. ജില്ലയിലെ പ്രധാന മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 88ാം പ്രതിഷ്ഠാ തിരുനാളിന്റെ ഭാഗമായാണ് നിലപ്പന്തലുകൾ ഒരുക്കുന്നത്. തീർത്ഥകേന്ദ്രത്തിന്റെ കവാടത്തിനോട് ചേർന്ന് 4 നിലകളുള്ള പന്തലാണ് ഒരുക്കുന്നത്. സെമിത്തേരിയുടെ മുൻവശത്ത് സാധാരണ പന്തലുമാണ് സജ്ജമാക്കുന്നത്. തിരുനാളിന്റെ പ്രധാന ആകർഷണമാണ് 2 ഇടങ്ങളിലായി ഒരുക്കുന്ന നിലപ്പന്തലുകൾ. കഴിഞ്ഞ 5 വർഷമായി പന്തലും ദീപാലങ്കാരവും ഒരുക്കുന്ന ഷെമീർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ ഷെമീറിന്റെ നേതൃത്വത്തിൽ 10ലേറെ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് പന്തൽ നിർമ്മാണത്തിന്റെ അവസാനഘട്ടം പുരോഗമിക്കുന്നത്. ദീപാലങ്കാരം തന്ന പള്ളി കമ്മിറ്റിക്കും അതിൻ്റെ കൺവീനർക്കും ഇവിടെ ചെയ്യാനുള്ള സെൻറ്ററിൽ മാതാവിൻ്റെ പടികവിടെ വിൽപ്പന്തൽ 4 സ്റ്റെപ്പുള്ള പന്തൽ, മറ്റേ സെൻറ്ററിൽ ഒരു മീഡിയം പന്തൽ, പിന്നെ പള്ളി നിത്യമാതാവിൻ്റെ പള്ളിയമ്മ ദീപാലങ്കാരം പണി കഴിഞ്ഞു. സ്വിച്ച് ഓൺ കർമ്മം വെള്ളിയാഴ്ച 7 മണിക്ക് നിർവഹിക്കും. പണി ലാസ്റ്റ് ഘട്ടത്തിൽ ഡിജിറ്റൽ വർക്കാണ് പ്രാവശ്യം ചെയ്യണത്. 5ാം വർഷമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് മറ്റം പള്ളി വർക്ക് ചെയ്യുന്നു. വിദഗ്ധരായ തൊഴിലാളികളാണ് പന്തലൊരുക്കുന്ന പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത്. കവുങ്ങ്, മുള, ഇരുമ്പ് പൈപ്പ് എന്നിവയാണ് പന്തൽ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. പന്തൽ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയാക്കി ദീപാലങ്കാര ജോലികൾ കൂടി പൂർത്തീകരിക്കുന്ന പന്തലുകളുടെയും തീർത്ഥകേന്ദ്രത്തിലെ ദീപാലങ്കാരത്തിന്റെയും സ്വിച്ച് ഓൺ കർമ്മം വെള്ളിയാഴ്ച തിരുനാളിന്റെ ഭാഗമായുള്ള നവനാൾ തിരുകർമ്മങ്ങൾക്ക് ശേഷം നടക്കും. ദീപപ്രഭയിൽ ആളുകളെ ആകർഷിക്കുന്ന വിധത്തിലൊരുക്കുന്ന പന്തലുകൾ വർണ്ണവിസ്മയം തീർക്കും. തിരുനാളിനെത്തുന്നവരുടെ മനം നിറയ്ക്കുന്ന വിധം 4 നിലകളിലായി വൈദ്യുതി ദീപങ്ങളാൽ നിറയുന്ന നിലപ്പന്തലും മറ്റം സെന്ററിലെ പന്തലും തീർത്ഥകേന്ദ്രത്തിലെ ദീപാലങ്കാരവും തിരുനാളിന് മാറ്റേകും. KS ഷെൽബിൻ കൺവീനറായും PJ റിജോ ജോയിന്റ് കൺവീനറായുമുള്ള കമ്മിറ്റിയാണ് നിലപ്പന്തൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്.